പുരാതന മെസ്സൊപ്പൊട്ടേമിയയിൽ നിന്നുള്ള ഒരു കഥയാണിത്. മനുഷ്യരെന്തിനാണ് മരിക്കുന്നത് എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കഥ. അതെ, ഇത് അഡാപ്പയുടെ പുരാവൃത്തമാണ്. നമ്മൾ അഡാപ്പയുടെ ലോകത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചോളൂ. കാരണം അദ്ദേഹത്തിന്റെ കഥയുടെ ഓരോ നിമിഷത്തിലും ഈ ചോദ്യം മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പോ നമുക്ക് നമ്മുടെ കഥാനായകനായ അഡാപ്പയെ പരിചയപ്പെടാം. എരിഡുവിലെ ഒരു മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം. ദേവന്മാരുടെയെല്ലാം പ്രിയപ്പെട്ടവൻ, പക്ഷേ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു. അപ്പോ ആരായിരുന്നു ഈ അഡാപ്പ? കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരനാണെന്ന് തോന്നുമെങ്കിലും അല്ല. ജലത്തിന്റെയും ജ്ഞാനത്തിന്റെയും ദേവനായ എങ്കിയുടെ മകനായിരുന്നു അദ്ദേഹം. അതായത് അദ്ദേഹത്തിന്റെ സിരകളിൽ ഒരു ദൈവീക അംശമുണ്ടായിരുന്നു. എരിഡു നഗരത്തിൽ അദ്ദേഹം ഒരേ സമയം ഒരു പുരോഹിതനും അതേസമയം ഒരു മത്സ്യത്തൊഴിലാളിയുമായിരുന്നു. അഡാപ്പയുടെ ജ്ഞാനം നമ്മളുടേതുപോലെയൊന്നും ആയിരുന്നില്ല. അത് ദേവന്മാർക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ വരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൈവീക വരദാനമായിരുന്നു. ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തെ മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാക്കിയതും. ഇനി നമുക്ക് അഡാപ്പയുടെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവത്തിലേക്ക് വരാം. ഈ ഒരൊറ്റ സംഭവമാണ് അദ്ദേഹത്തെ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ദേവനായ അനുവിന്റെ മുന്നിലെത്തിച്ചത്. ഒരു ദിവസം അഡാപ് ക്ഷേത്രത്തിലേക്ക് വേണ്ട മീൻ പിടിക്കാൻ കടലിൽ പോയതായിരുന്നു. പെട്ടെന്നാണ് തെക്കൻ കാറ്റ് ആഞ്ഞു വീശിയതും അദ്ദേഹത്തിന്റെ തോണി കടലിലേക്ക് മറിഞ്ഞതും. ഈ തെക്കൻ കാറ്റൊരു സാധാരണ കാറ്റല്ല, അത് ദേവന്മാരുടെ ഒരു ദൂതനായിരുന്നു. ആർത്തലയിക്കുന്ന തിരമാലകൾക്കിടയിൽ കിടന്ന ഡാപ്പയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. തന്റെ അസാധാരണമായ ജ്ഞാനം ഉപയോഗിച്ച് അദ്ദേഹം ഒരു മന്ത്രം ചൊല്ലി. ആ നിമിഷം തെക്കൻ കാറ്റിന്റെ ചിറകുകൾ ഒടിഞ്ഞു തൂങ്ങി. അതോടെ കാറ്റ് നിശ്ചലമായി. അതിന്റെ ഫലം വളരെ വലുതായിരുന്നു. തുടർച്ചയായി 7 ദിവസം ഭൂമിയിൽ തെക്കൻ കാറ്റ് വീശിയില്ല. ഈ അസാധാരണമായ നിശ്ശബ്ദത ദേവന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുമോ? ഇല്ല. സംഗതി സ്വർഗ്ഗത്തിന്റെ അധിപനായ അനുവിന്റെ ചെവിയിലുമെത്തി. അദ്ദേഹം കോപാകുലനായി. ഒരു മനുഷ്യൻ എങ്ങനെ ദൈവിക കാര്യങ്ങളിൽ ഇടപെടാൻ ധൈര്യപ്പെട്ടു? ഇതിനൊരു വിശദീകരണം നൽകാൻ അഡാപ്പയെ ഉടൻ തന്നെ തന്റെ മുന്നിൽ ഹാജരാക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കഥയിലെ ഏറ്റവും നിർണായകമായൊരു ഭാഗമാണ്. അഡാപ്പയുടെ വിധി എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു ഉപദേശം. ഒന്നാലോചിച്ചു നോക്കൂ, ദേവന്മാരുടെ രാജാവായ അനുവിന്റെ മുന്നിൽ ഒരു സാധാരണ മനുഷ്യൻ. ആ ചിന്ത തന്നെ അഡാപ്പയെ ഭയപ്പെടുത്തി. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ പിതാവായ എങ്കി ഒരു ഉപദേശവുമായി എത്തുന്നത്. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. എങ്കി മകനോട് പറഞ്ഞു, അനു നിനക്ക് മരണത്തിന്റെ ഭക്ഷണവും വെള്ളവും തരും. അത് കഴിക്കരുത്, കുടിക്കരുത്. കഴിച്ചാൽ നീ മരിക്കും. എന്നാൽ സത്യം അതായിരുന്നില്ല. അനു നൽകാനിരുന്നത് അമർത്യത നൽകുന്ന ജീവന്റെ ഭക്ഷണമായിരുന്നു. സ്വന്തം പിതാവ് തന്നെ അഡാപ്പയെ വഞ്ചിക്കുകയായിരുന്നു. അങ്ങനെ അഡാപ്പി സ്വർഗ്ഗത്തിലെത്തി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ശിക്ഷിക്കപ്പെടുമെന്ന് കരുതിയ അഡാപ്പ തന്റെ വിനയവും ജ്ഞാനവും കൊണ്ട് ദേവസദസ്സിലുള്ള എല്ലാവരെയും ആകർഷിച്ചു. അഡാപ്പയുടെ മറുപടികൾ കേട്ട അനുവിന് അദ്ദേഹത്തോട് ദേഷ്യമല്ല, മറിച്ച് ബഹുമാനമാണ് തോന്നിയത്. അതുകൊണ്ട് ആ മനുഷ്യനെ ഏറ്റവും വലിയ സമ്മാനം തന്നെ നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു: അമർത്യത. അനു ജീവന്റെ ഭക്ഷണവും വെള്ളവും അഡാപ്പയുടെ മുന്നിൽ വെച്ചു. അത് കഴിച്ചാൽ അദ്ദേഹത്തിന് ദേവന്മാരെപ്പോലെ അമരനാകാം. പക്ഷേ ആ നിമിഷം അഡാപ്പ ഓർത്തത് തന്റെ പിതാവിന്റെ വാക്കുകളാണ്, മരണത്തിന്റെ ഭക്ഷണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. അങ്ങനെ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹം വിനയപൂർവ്വം നിരസിച്ചു. ആ ഒരൊറ്റ തീരുമാനത്തോടെ കഥ അതിന്റെ ദുരന്തപൂർണമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ പുരാവൃത്തം മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അഡാപ്പയുടെ മറുപടി കേട്ട് അനുവും മറ്റു ദേവന്മാരും ശരിക്കും നെട്ടിപ്പോയി. ഒരു മനുഷ്യൻ എന്തിനാണ് അമർത്യത വേണ്ടെന്ന് വെക്കുന്നത്? പിന്നെ അവർക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവർ അദ്ദേഹത്തെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചു, എന്നേക്കുമായി മരണത്തിന് വിധേയനാക്കി. അന്നുമുതൽ അഡാപ്പയുടെ ഈ കഥ മനുഷ്യന്റെ അവസ്ഥയുടെ ഒരു പ്രതീകമായി മാറി. നമുക്കെത്ര വേണമെങ്കിലും അറിവും ജ്ഞാനവും നേടാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അവസാനം നാം എല്ലാവരും മരണത്തിനു മുന്നിൽ ഒരുപോലെയാണ്. അഡാപ്പയുടെ ആ തീരുമാനത്തിനു ശേഷം ദേവന്മാർ പിന്നെ ഒരിക്കലും ഒരൊറ്റ തവണ പോലും ഒരു മനുഷ്യനും അമർത്യത വാഗ്ദാനം ചെയ്തിട്ടില്ല. ആ അവസരത്തിന്റെ വാതിൽ എന്നേക്കുമായി അടഞ്ഞു. എന്നാൽ നമുക്കിതൊന്നും മാറ്റി ചിന്തിച്ചാലോ? ഒരുപക്ഷേ ദേവന്മാർക്ക് അവരുടെ അനന്തമായ ജീവിതത്തിൽ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം അഡാപ്പയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകാം. ജീവിതം ചെറുതായതുകൊണ്ടാണ് അതിന് ഇത്രയേറെ അർത്ഥവും സൗന്ദര്യവും ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അനന്തമായ ഒരു ജീവിതമാണോ, അതോ ജ്ഞാനവും അനുഭവങ്ങളും നിറഞ്ഞ ഹ്രസ്വമായ ഈ ജീവിതമാണോ കൂടുതൽ വിലപ്പെട്ടത്? നിങ്ങളെന്തു പറയുന്നു?